എല്ലാവർക്കും നമസ്കാരം. സിനിമയെ സ്നേഹിക്കുന്നവർക്ക് വലിയൊരു ആവേശമാണ് ഈ ആഴ്ച. എന്നാൽ ചില അപ്രതീക്ഷിത മാറ്റങ്ങളും സിനിമാ ലോകത്ത് നടക്കുന്നുണ്ട്. സൂര്യയുടെ വമ്പൻ റിലീസ് മുതൽ മലയാളത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട കോംബോയുടെ സിനിമ വരെ ഏതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ മലയാളത്തിലേക്ക് വരാം. ടൊവിനോ തോമസും ബേസിൽ ജോസഫും തകർപ്പൻ ആക്ഷൻ കോമഡിയുമായി എത്തിയ അതിരടി ഇന്നലെ, അതായത് മെയ് 14 റിലീസ് ചെയ്തു. മിന്നൽ മുരളിക്ക് ശേഷം ഇരുവരുടെയും കോംബോ സ്ക്രീനിൽ കാണാൻ നല്ല രസമുണ്ടെന്നാണ് തിയേറ്ററുകളിൽ നിന്നുള്ള ആദ്യ റിപ്പോർട്ടുകൾ. കോമഡിക്കൊപ്പം മാസ് ആക്ഷനും ചേർത്തൊരുക്കിയ ഈ ചിത്രം ഫാമിലിക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാവുന്ന ഒന്നാണ്. തമിഴിലേക്ക് നോക്കിയാൽ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. സൂര്യയുടെ കറുപ്പ് സിനിമയെക്കുറിച്ചാണ്. RJ ബാലാജി സംവിധാനം ചെയ്ത് സൂര്യയും തൃഷയും ഒന്നിക്കുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രം നാളെ റിലീസ് ചെയ്യേണ്ടതാണ്. എന്നാൽ തമിഴ്നാട്ടിലെ ചില തിയേറ്ററുകളിൽ റിലീസുമായി ബന്ധപ്പെട്ട് ചെറിയ അനിശ്ചിതത്വങ്ങൾ നിൽക്കുന്നുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ ഷോകൾ വൈകുന്നു എന്ന റിപ്പോർട്ട് വരുന്നുണ്ടെങ്കിലും വൈകുന്നേരത്തോടെ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമാകുമെന്നാണ് കരുതുന്നത്. ബോളിവുഡിൽ ആയുഷ്മാൻ ഖുറാന, സാറ അലി ഖാൻ, രാകുൽ പ്രീത് എന്നിവർ ഒന്നിക്കുന്ന പതി പത്നി ഓർ ഓ ദോ ഒരു കംപ്ലീറ്റ് കോമഡി എൻ്റർടൈനറായി നാളെ എത്തുന്നുണ്ട്. കൂടാതെ ചരിത്ര പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഫക്ത് മാ കർമ്മ എന്ന ഡിവേഷണൽ മൂവിയും റിലീസിലെത്തുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ആക്ഷൻ പ്രേമികൾക്കായി ഹോളിവുഡിൽ നിന്ന് മോർട്ടൽ കോംബാറ്റ് 2 നാളെ എത്തുന്നുണ്ട്. വലിയ സ്ക്രീനിൽ ആസ്വദിക്കേണ്ട ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഇത്. ഇനി OTT കാര്യമെടുത്താൽ തിയേറ്ററിൽ വൻ വിജയം നേടിയ രൺവീർ സിംഗിൻ്റെ ദുരന്തർ 2 ഈ വാരം സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് സിനിമയ്ക്കാണ് കാത്തിരിക്കുന്നത്? അതിരടി കണ്ടവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. സൂര്യയുടെ കറുപ്പ് റിലീസ് സംബന്ധിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അപ്പോൾ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.